ഹലോ നമസ്തേ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ സുർജിത്തേട്ടനും താജും ഒക്കെ നമ്മളെ ബൈ പറഞ്ഞു പോയി. ഞാനിപ്പോൾ ഉള്ളതുണ്ടല്ലോ നമ്മളുടെ ഗുവാഹട്ടിയിലുള്ള, ഞാൻ എപ്പോഴും വരുമ്പോൾ നിൽക്കാറുള്ള നമ്മളുടെ സെമിനാരിയിലാണ്. ഇന്നുണ്ടല്ലോ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലെ ഈ പൂജ അത് കഴിഞ്ഞില്ലായിരുന്നോ? ഇവിടങ്ങളിലെ പൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-12 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷമാണ്. അപ്പം ഈ അടുത്ത ഭാഗങ്ങളിൽ അതിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്. വണ്ടിയൊന്നുമില്ല, ജസ്റ്റ് നടക്കുകയാണ് കേട്ടോ. നമ്മൾ ഇവരുടെ ആഘോഷം എങ്ങനെയാണെന്ന് കാണാമല്ലോ. റോഡിൻ്റെ സൈഡുകളൊക്കെ ഇത് കണ്ടില്ല നിങ്ങൾ, ഫുള്ള് LED ലൈറ്റുകളൊക്കെ കൊണ്ട് മൊത്തം കളർഫുള്ളാണ്. റോഡ് ഓരങ്ങൾ കച്ചവടക്കാരെ കൊണ്ടൊക്കെ നിറഞ്ഞിട്ടാണുള്ളത്. ഈ ഒരു ദിവസങ്ങളിലുണ്ടല്ലോ വൈകുന്നേരം ആകുമ്പോഴേക്കും ആളുകളൊന്നും വീട്ടിലിരിക്കില്ല കേട്ടോ. എല്ലാവരും ഇതുപോലെ പുറത്തിറങ്ങി കച്ചവട സ്ഥാപനങ്ങൾ, പല സാധനങ്ങൾ ഒക്കെ ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കഴിച്ച് ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാശ്മീരിലേക്ക് നമ്മൾ നടത്തുന്ന ഗ്രൂപ്പ് ടൂറുകളെ പറ്റി നിങ്ങൾക്കറിയാലോ. നമ്മളുടെ അടുത്ത കാശ്മീർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ വർഷം മുഴുവൻ ഇൻഡിവിജ്വൽ പാക്കേജുകളും ലഭ്യമാണ്. അതിനും ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, ഇത് ഓരോ അമ്പലങ്ങളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ ക്ലബ്ബുകളുടെയൊക്കെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഇതുപോലെ വലിയ പന്തലുകൾ കെട്ടിയിട്ട് അവിടെ വലിയ പ്രോഗ്രാമുകൾ, അതുകൂടാതെ ദുർഗാദേവിയുടെ വലിയൊരു പ്രതിമയൊക്കെ സ്ഥാപിക്കും. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ ഇതുപോലുള്ള പന്തലുകൾ കേന്ദ്രീകരിച്ച് നടക്കും. ഇതുപോലത്തുള്ള ആയിരക്കണക്കിന് പന്തലുകൾ ഈ ഒരു ടൗൺ നിറച്ചും ഉണ്ടാവും കേട്ടോ, പല പല സംഘടനകളുടെ ഒക്കെ ഭാഗമായിട്ട്. ഇത് തുണിയും അതുപോലെ തന്നെ ഈ ഓടക്കമ്പൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന വലിയ കെട്ടിടത്തിൻ്റെ പൊക്കമുള്ള പന്തലുകളാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലിപ്പം എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇവരുടെ എന്തോ കൾച്ചറൽ പരമായിട്ടുള്ള എന്തെങ്കിലും ഡാൻസോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെയാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളൊക്കെ ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് വരും. ഇതുണ്ടോ, ഇവിടെ ഈ ഒരു വലിയ പ്രതിമ, ഇത് മണ്ണ് കൊണ്ടുണ്ടാക്കിയേക്കുന്ന പ്രതിമയാണ്. ആടയാഭരണങ്ങളൊക്കെ ആയിട്ട് ഇതിങ്ങനെ ഇവിടെ സ്ഥാപിക്കും. ഇതുപോലത്തെ ഉള്ള ആയിരക്കണക്കിന്, 10,000-കണക്കിന് പ്രതിമകൾ ഈ ഒരു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല ക്ലബ്ബുകളുടെയൊക്കെ ആഭിമുഖ്യത്തിലുണ്ടാവും. ഇവിടെ ഇങ്ങനെ സ്ഥാപിച്ച് അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഇവിടെ നിന്ന് പ്രസാദമൊക്കെ കൊടുക്കും. പ്രസാദം എല്ലാം കൊടുത്ത് ആളുകൾ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള കുറച്ചധികം ആഘോഷ നിമിഷങ്ങൾ കേട്ടോ ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഇത് കൾച്ചറൽ പ്രോഗ്രാം ആണെങ്കിൽ ഇതിനോട് ചേർന്ന് തന്നെ ഇവരുടെ സ്റ്റേജുകളുണ്ടാവും. സ്റ്റേജുകളിൽ വന്നിട്ട് ഇവരുടെ നമ്മളുടെ നോർമൽ സിനിമാറ്റിക് ഡാൻസ്, മറ്റാഘോഷങ്ങൾ, മറ്റു പരിപാടികൾ ഒക്കെ നടക്കും. അതായത് അവരുടെ കമ്മിറ്റിയുടെ പന്തലുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഇന്നത്തെ പരിപാടി തുടങ്ങിയിട്ടില്ല. ഇന്നത്തെ പരിപാടി ഇത് ആ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യും. എല്ലാം ഈ ഒരു ഭാഗത്തുള്ള, അതായത് ഈ ഒരു ഭാഗത്തുള്ള നമസ്തേ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ആളുകളും അങ്ങനെ റെസിഡൻഷ്യൽ സംഘടനകളൊക്കെ ചേർന്നിട്ടും പരിപാടികൾ സംഘടിപ്പിക്കും കേട്ടോ. പൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തെ സംബന്ധിച്ച് വളരെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാളിലാണ് അതിൻ്റെ നല്ല രീതിയിലുള്ള ആഘോഷം നടക്കുക. പക്ഷേ ആസാമിലും അതിൻ്റെ നല്ല രീതിയിലുള്ള അലവലികളുണ്ട് കേട്ടോ. ആഘോഷം ശരിക്കും ഇതൊന്നുമല്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രതിമ വെള്ളത്തിൽ മുക്കാൻ കൊണ്ടുപോകുന്ന ഒരു ആഘോഷമുണ്ട്. അതാണ് ആഘോഷം. നമുക്ക് ഈ ഒരു പന്തലിൽ നിന്നും മറ്റൊരു പന്തലിലേക്ക് പോയി നോക്കാവേ. ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെയുള്ള വിവിധ ഭാഗങ്ങളിൽ വെച്ച ദേവീനെ മുക്കാനായിട്ട്, വെള്ളത്തിൽ മുക്കാനായിട്ട് കൊണ്ടുവരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. കാരണം ഇവിടെ ഒരു പുഴയുണ്ട്. അങ്ങനെ ദേവീനെ കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മളിത് ആ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് കേട്ടോ. വലിയ പാട്ടും ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് ഈ ഒരു ദിവസങ്ങളിലുണ്ടല്ലോ ഇവിടുത്തെ മിലിറ്ററി അതുകൂടാതെ പോലീസ്, ബാക്കി ഇതര വിഭാഗങ്ങളൊക്കെ നല്ല പണിയാണ്. കാരണം സെക്യൂരിറ്റി ഒരുക്കുക, ഇത് നിയന്ത്രിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഓരോ സ്ഥലത്ത് ഓരോ ആളുകൾ വെച്ചേക്കുന്ന പ്രതിമകളുമായിട്ട് വരുന്നതാണ്. വലിയ പാട്ടും മേളങ്ങളും ഒക്കെ ആയിട്ട്. ഇതൊക്കെ പക്ഷേ ചെറിയ സംഭവമാണ് കേട്ടോ. ഇതെല്ലാം വളരെ ചെറുതാണ്. ഇനിയും വലുത് ഒരുപാട് വരാനുണ്ട്. വൻ പോലീസ് സന്നാഹങ്ങളാണ് കേട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി മുക്കുന്നതാണ്. ഇതിപ്പോൾ അതിന് വേണ്ടിയുള്ള നടകൾ കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ മറ്റൊരു ആചാരം കൂടിയുണ്ട്. ഇതുണ്ടെങ്കിൽ നമ്മളുടെ രാവണനാണ് ആ കാണുന്നത്, 10 തലയുള്ള രാവണൻ. അപ്പോൾ രാവണനെ കത്തിക്കുന്ന ഒരു പരിപാടി ശരിക്കും ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. അത് നമുക്ക് കത്തുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം, എപ്പോഴാണ് കത്തിക്കുന്നതെന്നുള്ളതാണ്. ആളുകളൊക്കെ ഉണ്ടല്ലോ ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ട് അത് കത്തിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും അത് കുറേം കൂടി ലേറ്റാവും. നമുക്ക് അടുത്ത പന്തൽ എവിടെയുള്ളതെന്ന് നോക്കാമല്ലോ.
ഇത് കളറുകളുടെ ആഘോഷം കൂടിയാണ്. നിരവധി LED ബൾബുകൾ കൊണ്ട് എന്താ പറയുക കളർഫുൾ കാഴ്ചകൾ ഈ ഒരു റോഡിൻ്റെ ഇരുവശത്ത് ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല നിങ്ങൾ, വിവിധ തരം വസ്തുക്കൾ, പല പല സാധനങ്ങളാണ് ഈ ഒരു LED ബൾബ് കൊണ്ട് അലങ്കരിച്ച് ഉണ്ടാക്കി നിർത്തുന്നത്. ഇത് മറ്റൊരു പവലിയനാണ്. ഈ പവലിയനുകൾ തിരിച്ചറിയുന്നത് ഇതുപോലത്തെ കളർ ലൈറ്റുകളുടെയൊക്കെ ഒരു എന്താ പറയുക ആ ഒരു അലങ്കാരങ്ങൾ കണ്ടിട്ടാണ് കേട്ടോ. ഇതൊക്കെ വലിയ റിച്ച് പവലിയൻസ് ആണ്. കണ്ടില്ല നിങ്ങൾ, ഫ്രണ്ടിൽ തന്നെ വലിയ ഏറ്റവും ടോപ്പിൽ ഗണപതിയുടെ ഒരു ഫോട്ടോയാണ്. അതിന് ചുറ്റും മറ്റ് കളർഫുൾ കാഴ്ചകളൊക്കെ ആയിട്ട് ഇത് മറ്റൊരു പവലിയനാണ്. ഇതിലും ഉണ്ടാവും ദേവിയുടെ ഇത് പ്രതിമ വെച്ചേക്കുന്നത്. ചിലപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടോ മുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടെ. ഇല്ലില്ല, ഇവിടുത്തെ ദേവി ഇവിടെ തന്നെയുണ്ട്, മുക്കാനായിട്ട് കൊണ്ടുപോയിട്ടില്ല. ഇത് വലിയ പവലിയനാണ്. കണ്ടില്ല നിങ്ങൾ, വളരെ ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള പ്രതിമകളുമായിരിക്കും. ഈ ഒരു ഭാഗത്തുള്ള ആളുകളൊക്കെ ഇതുപോലെ പ്രതിമകൾ, മണ്ണുകൊണ്ട് പ്രതിമകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വിദഗ്ധരാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ നടന്നതോ നടക്കാൻ പോകുന്നോ, മേക്കപ്പ് ഇടുന്നതാണ്, നടക്കാൻ പോകുന്നതൊക്കെയുണ്ട്. അപ്പം അതിൻ്റെ ഒരു മേക്കപ്പ് സെക്ഷനൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇത് ഹനുമാൻജി സുഗ്രീവ് ഓക്കെ, സുഗ്രീവനാണ് കേട്ടോ. ഹനുമാൻജി എന്നാലിപ്പോൾ അവിടെയാണ്, അവിടെ നിന്ന് അവർ മേക്കപ്പ് ഇടുന്നുണ്ട്. ഇവരുടെ പലതരത്തിലുള്ള കഥകളുടെയും അതിൻ്റെ എല്ലാം ഒരു എന്താ പറയുക, ഇവിടെ സ്റ്റേജിൽ കളിക്കുക, എന്നാലിപ്പോൾ വൈകുന്നേരം ആളുകൾ വരിക, അതൊക്കെ കാണുക, ഒക്കെയുള്ള പരിപാടികൾ ഇവിടെ നടക്കും കേട്ടോ. എന്താ ഇങ്ങനെയൊക്കെയാണ് മേക്കപ്പുകൾ നടക്കുന്നത്. വളരെ ഹാപ്പനിങ് ആയിട്ടുള്ള ഈവനിങ്ങുകളായിരിക്കും ഈ ഒരു പൂജാ സമയത്ത് ഈ ഒരു ഭാഗങ്ങളിൽ ഉണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് പല പവലിയനിലും. ഇവിടെ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്തായാലും നോക്കാം. നമുക്ക് അടുത്ത പവലിയൻ ഇനിയിപ്പോൾ എവിടെയാണെന്നുള്ളത് തപ്പാലോ. ഇഷ്ടം പോലെ പല പവലിയനുകളുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ശരിക്കും ഞാൻ ഉണ്ടല്ലോ ബൈക്ക് എടുത്താൽ മതിയായിരുന്നു, പക്ഷേ എങ്കിൽ ബൈക്കിനുണ്ടല്ലോ ഫുള്ള് ബ്ലോക്കാണ്. ആകെ നടന്നും ഞാനൊരു വഴിയായി. ഇവിടെ റോഡ് സൈഡിലൊക്കെ ഉണ്ടല്ലോ ഒരുപാട് തട്ടുകടകളും അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കസേരകൾ കെട്ട് ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് പൊടിയാണ്. പൊടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജാതി പൊടി, വെള്ളം കയറും, വെള്ളം കെട്ടി നിന്ന് അത് പിന്നീട് പൊടിയായി മാറി ആ രീതിയിലുള്ളതാണ്. നമ്മൾ ഇന്ത്യക്കാരുടെ ഇമ്മ്യൂണിറ്റി പവർ സമ്മതിക്കണം കേട്ടോ. എന്ത് കഴിച്ചാലും ഒന്നും പറ്റത്തില്ല. ഏതോ ഒരു ടീം, കളർഫുൾ ഒരു ടീം വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഇതുകൊണ്ട് നിങ്ങൾ പഴയ വണ്ടിയെല്ലാം കളറൊക്കെ അടിച്ച് പെയിൻറ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. എന്നാലും ഇവിടെ ആഘോഷത്തിൻ്റെ ആ ഒരു തകർപ്പ് അത് നിങ്ങളൊന്ന് കണ്ടു കേട്ടോ. ഇതിൽ DJ ഒന്നും വന്നിട്ടില്ല, പക്ഷെ ഫുള്ള് ഡാൻസ് പരിപാടികളൊക്കെയാണ്. ഫുള്ള് ഇരുട്ടാണ്, ലൈറ്റിലോട്ട് വന്നത് എനിക്ക് മാത്രമേ കാര്യമുള്ളൂ. ഈ ഒരു റോഡ് നിറച്ച ആളുകൾ വന്നു തുടങ്ങിയ കലാശക്കൊട്ടിൻ്റെ അതിൻ്റെ ഒരു ആഘോഷമാണ് കേട്ടോ. ആഘോഷങ്ങൾക്കുണ്ടല്ലോ അങ്ങനെ ആൺപെൺ വ്യത്യാസങ്ങളൊന്നുമില്ല. അവിടെ നടുക്കാട് ചേച്ചിമാരും അതുപോലെ തന്നെ പെൺകുട്ടികളും കുഞ്ഞു പിള്ളേരും ഒക്കെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഇന്ന് തെരുവിൽ തന്നെയാണ് കേട്ടോ. പാട്ടുമാട്ടമൊക്കെ ആയിട്ട് ഇതാ നദിക്കരയിലോട്ട് പ്രതിമ കൊണ്ടുവന്നു. ഇനി പ്രതിമയെ വെള്ളത്തിൽ ഒഴുക്കുന്ന ചടങ്ങാണ് നടക്കേണ്ടത് കേട്ടോ. কর্মকর্তাসকলক আমি অনুৰোধ জনাইছোঁ তেখেতসকলে যেন গাড়ী সোধৰ পৰা নামি ওপৰত ৰখাই দিওঁ, ওপৰৰ পৰা নামি ওপৰৰ পৰা
അങ്ങനെ ഇന്നത്തെ ദിവസം കൊണ്ടുവന്ന ഒരുപാട്, ഞാൻ പറഞ്ഞില്ല, ആയിരക്കണക്കിന് പ്രതിമകളുണ്ട്. അതിൽ ആയിരക്കണക്കിന് പ്രതിമകളിൽ കുറച്ച് പ്രതിമകളുടെയൊക്കെ ആ ഒരു പുറം ചട്ടകൾ ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിപ്പം ഈ ഒരു ഭാഗത്തെ ആകെ ഒഴുക്കുന്ന ഒരു പുഴ മാത്രമാണ്. ഇതുപോലത്തെ 100 പുഴകൾ വേറെയുണ്ട്, ജലാശയങ്ങൾ. അങ്ങനെ വെള്ളമുള്ള സ്ഥലത്താണ് ഇവർ ഒഴുക്കുക. അതൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് ഇപ്പം ദേവീനെ കൊണ്ടുവന്നു താഴോട്ടൊക്കെ. അവിടെ നമുക്കുണ്ടല്ലോ പ്രതിമ വെള്ളത്തിലേക്ക് ഒഴുക്കുന്നത് കാണാം. ഇത് ശരിക്കുണ്ടല്ലോ മണ്ണ് കൊണ്ടാണ് പ്രതിമ ഉണ്ടാക്കുന്നത്. ഇവർ ആ ഒരു മണ്ണിൻ്റെ ഭാഗങ്ങൾ ഈ ഒരു വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതുകൊണ്ടുള്ള അതിൻ്റെ ബേസായിട്ടുള്ള മരമെല്ലാം അത് കരക്കി കയറ്റിയിടും. ഇതിങ്ങനെ ഇവിടെ കയറ്റിയിടുവേ. അതായത് ഇതൊരു വെള്ളത്തിന് ബ്ലോക്ക് ആക്കുന്നില്ല, ചെളി മാത്രമേ വെള്ളത്തിലോട്ട് പോകുന്നുള്ളൂ കേട്ടോ. ആ പ്രതിമയിലുള്ള മണ്ണ് മുഴുവൻ അലിഞ്ഞു പോയി. ഇനിയിപ്പോൾ ആ ഒരു മരം അവരിനിയിപ്പം കരക്കോട്ട് കയറ്റിയിടും. ഇവിടെ പ്രതിമകൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് മണ്ണുകൊണ്ടും അതുപോലെ തന്നെ കച്ചിയും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. മറ്റ് ഈ വെള്ളത്തിൽ ലയിക്കാത്ത സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു പ്രതിമ വെച്ചപ്പോഴത്തേക്ക് അടുത്ത ഒരുപാട് പ്രതിമകൾ ക്യൂ ആയിട്ട് മറ്റു പ്രതിമകളും വീണ്ടും വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇനിയിപ്പോൾ ഒന്ന് റോഡിലോട്ട് പോയി നോക്കാം. ശരിക്കും ഈ ഒരു പാട്ടും പരിപാടിയൊക്കെ റോഡ് വരെയുള്ളൂ. ഈ ഒരു വേഷനിലേക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പാട്ട് സൗണ്ട് കാര്യങ്ങളൊന്നും കടത്തിവിടില്ല. ആകെ ചെണ്ട മാത്രമേ ഉള്ളൂ. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദേവിയുടെ പ്രതിമയായിട്ട് ആളുകൾ വന്നു ചേരുന്നു. തിരക്കും കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ഭാഗം ശരിക്കും ജനസാഗരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് കേട്ടോ. സാഗരം ഒഴുകി അങ്ങോട്ട് വരുവാണ്. പുകയും പറപ്പിച്ചോണ്ട് അങ്ങ് ദൂരെ നിന്ന് മറ്റൊരു കൂട്ടർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ലൈറ്റിംഗ് ഒക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇതേതോ റിച്ച് ടീമിൻ്റെയാണ്. പിള്ളേരാണ് അധികം. നോക്കി ഞങ്ങളെ കുഞ്ഞു കുട്ടികളാണ്. അത് കഴിഞ്ഞപാട് അടുത്ത ടീം ശരിക്കും രാത്രി ആയപ്പോഴത്തേക്കും കുറച്ചും കൂടി കളറും അതുപോലെ തന്നെ പാട്ടും കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വൻ ആഘോഷമാണ്. യൂത്താണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് കൂടുതൽ. പക്ഷെ ഇതിലുണ്ടല്ലോ ഭക്തിഗാനങ്ങളൊന്നും അല്ല വെച്ചേക്കുന്നത്, സിനിമാ പാട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്.
എന്തായാലും പൂജയുടെ ആഘോഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്കിനിയിപ്പോൾ അധികം നേരം പുറത്തേക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും റൂമിലോട്ട് പോവുകയാണ്. എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു എപ്പിസോഡ് ഞാൻ എന്താ പറയുക, ഇനിയൊരു യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ടൊരു ബ്രേക്ക് എടുത്തു എന്നുള്ളത് കൂട്ടിയാൽ മതി. കാരണം അവരെല്ലാം പെട്ടെന്ന് പോയപ്പോഴത്തേക്ക് നമ്മൾ ഒരുമിച്ച് വന്നതല്ലായിരുന്നു. പെട്ടെന്നില്ലാണ്ടായപ്പോൾ ചെറിയൊരു സങ്കടമുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ അതിരാവിലെ എണീറ്റ് വീണ്ടും നമുക്ക് റൈഡ് തുടങ്ങണം. പുതിയൊരു കളർഫുൾ സംസ്ഥാനത്തേക്കാണ്. അടുത്ത കാലത്തൊന്നും നമ്മൾ പോകാത്തൊരു സംസ്ഥാനമാണ്. അപ്പം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, സ്നേഹം മാത്രം. കാശ്മീരിലേക്ക് നമ്മൾ നടത്തുന്ന ഗ്രൂപ്പ് ടൂറുകളെ പറ്റി നിങ്ങൾക്കറിയാലോ. നമ്മളുടെ അടുത്ത കാശ്മീർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ വർഷം മുഴുവൻ ഇൻഡിവിജ്വൽ പാക്കേജുകളും ലഭ്യമാണ്. അതിനും ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ.